ഹായ് ഹലോ ഫ്രണ്ട്സ്, രഞ്ജു സട്ടപ്പാടി എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചെമ്പരത്തിത്താളി മഴക്കാലത്ത് നമ്മുടെ മുടിയെ എങ്ങനെ സംരക്ഷിക്കും, നമ്മൾ എങ്ങനെയാണ് ചെമ്പരത്തിത്താളി മഴക്കാലത്ത് ഉപയോഗിക്കേണ്ടത്, മഴക്കാലത്ത് നമ്മൾ ചെമ്പരത്തിത്താളി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഇൻഗ്രീഡിയൻസുകൾ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ പനി വരാതിരിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, താരം വരാതിരിക്കാനും എന്തൊക്കെ ചെയ്യണം, ദുർഗന്ധങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം കാണുക. മഴക്കാലം ആകുമ്പോൾ എല്ലാവർക്കും പനി, ജലദോഷം അങ്ങനെയുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പൊതുവേ എല്ലാവരും ചെമ്പരത്തിത്താളി അവോയ്ഡ് ചെയ്യാറ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ചെമ്പരത്തിത്താളി ഉപയോഗിക്കും, എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെമ്പരത്തിത്താളി ഉപയോഗിച്ച് നമ്മുടെ തലമുടി വൃത്തിയാക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യാം. നമുക്ക് വീര്യം കുറഞ്ഞ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് നമ്മുടെ മുടിക്ക്. ഞാൻ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചെമ്പരത്തിത്താളിയുടെ ഷാമ്പു ആണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിത്താളി ഉപയോഗിച്ചുകൊണ്ട് നല്ല ചെമ്പരത്തിത്താളിക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസുകളാണ് ഞാൻ ചേർക്കുന്നത്. പലവരും പല രീതിക്ക് ചെമ്പരത്തിത്താളികൾ ഉപയോഗിക്കാറുണ്ട്. ചെമ്പരത്തിത്താളിക്ക് ചെമ്പരത്തി ഇല മാത്രം ഉപയോഗിച്ച് ചെമ്പരത്തിത്താളി ഉണ്ടാക്കി തേക്കുന്നവരുണ്ട്. അതുപോലെ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും കൂടി യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും എടുക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് പനിക്കൂർക്ക ഇലയും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. പനിക്കൂർക്ക ഇല ആഡ് ചെയ്ത് ഞാൻ ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കി തേക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും മുടിക്ക് വരാറില്ല. എൻ്റെ മുടി നല്ല കുഴപ്പമൊന്നുമില്ല, എനിക്ക് പനി വരാറൊന്നുമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ചെമ്പരത്തിയുടെ താളി അവോയ്ഡ് ചെയ്യാതെ നമുക്ക് തലയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പങ്ങളുമില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെമ്പരത്തിത്താളി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പല പാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് മുടിക്ക് വേണ്ടിയിട്ട്. നമ്മളങ്ങനെ പല പാക്കുകളും യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം അതായത് ഒരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ നമുക്ക് കട്ടി കുറഞ്ഞ് നമുക്ക് താളി അരിച്ചെടുക്കാൻ പറ്റുന്ന തുണിയിൽ പാക്ക് അരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാക്കുകളാണേലും താളിയാണേലും നമ്മൾ അരിച്ചുകൊണ്ട് മാത്രം ഉപയോഗിക്കുക. കാരണം വേറൊന്നുമല്ല, നമ്മുടെ തലയിൽ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് ഇരുന്നാലും താരം വരാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. കൂർക്ക ആഡ് ചെയ്ത് ചെമ്പരത്തിയുടെ താളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തി ഇല, അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെമ്പരത്തി പൂവും പനിക്കൂർക്കയില നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പനിക്കൂർക്കയിലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഞെരടി എടുക്കുക. നമ്മളിങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, മിക്സിയിൽ അടിച്ചുപയോഗിച്ച് അരിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണ് ചെമ്പരത്തി താളി ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ തലയിൽ കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വാഷ് ചെയ്ത് മുടിയെടുക്കുക. അത് നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് ചെമ്പരത്തിത്താളിയൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ചെമ്പരത്തിത്താളി നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് എന്ത് പാക്കുകൾ വേണേലും ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ കൂടെ അതിന് വേണ്ട ഓപ്പോസിറ്റ് നിൽക്കുന്ന ചേരുവ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. അപ്പം നമ്മുടെ അടുത്ത വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും എൻ്റെ എല്ലാ വീഡിയോസും കാണണം, കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല നല്ല അഭിപ്രായങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോയ്ക്ക് പ്രചോദനമാവുന്നത്. ഉള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ നല്ല മനസ്സോടെ ആട്ടോ സ്വീകരിക്കുന്നത്. അത് സ്വീകരിച്ച് അത് തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കണം. പിന്നെ നമ്മൾ നല്ല നല്ല പാക്കുകളൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാക്കുകളൊക്കെ കണ്ട് എൻ്റെ കൂടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കരുത്തോടെ മുടി വളർത്താനുള്ള എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് നിങ്ങൾ വീഡിയോസ് കാണണം. എൻ്റെ വീഡിയോസിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾ ക്ഷമിച്ച് എൻ്റെ വീഡിയോ കാണുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, പക്ഷേ വ്യൂസൊക്കെ ഒരുപാടുണ്ട്. എൻ്റെ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം.